സാറ്റർഡേ മിനി വ്ളോഗാണ്. മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവളുടെ യൂണിഫോം ഒക്കെ മാറ്റിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇന്ന് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊക്കെ ആലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഒരു മാംഗോലസി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള്. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു മാംഗോലസി വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പം കഴിക്കാനായിട്ട് പാരഗോൺ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ഇന്ന് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ മാംഗോലസി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ ഇത് വന്നിട്ട് ചർച്ച് സ്ട്രീറ്റിലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങളിവിടെ വരാൻ മെയിൻ റീസൺ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ജിജുവേട്ടന് ലഗോൺ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴൊക്കെ കഴിക്കാൻ തോന്നുന്നു അന്നേരമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. കാരണം ഇതാണ് നമുക്ക് ഏറ്റവും അടുത്ത റെസ്റ്റോറൻറ്റ്. മടിവാളയൊക്കെ ഭയങ്കര ദൂരമായതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് പോകാറ്. ഇത്തവണ ഞങ്ങൾ സ്റ്റാർട്ടറിന് പകരം ഒരു സാലഡ് ഓർഡർ ചെയ്തു. ക്രഞ്ചി ചിക്കൻ സാലഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. പിന്നെ ജിജുവേട്ടൻ എപ്പോഴും പോകുന്ന ബിരിയാണി കഴിക്കാനാണ്. ഇപ്രാവശ്യം ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മസാലയൊക്കെ കൂടി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത്. എനിക്ക് ഈ ബിരിയാണി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചിക്കൻ പുലാവ് ഒന്ന് മേടിച്ച് നോക്കി. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഒട്ടും സ്പൈസി അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ അവിടെ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് ഇളനീർ പുഡിംഗ്. അതെങ്ങനെയാണ് മോളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാ.